രുചികരമായിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കുക, തീ കത്തിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചട്ടി ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടാവുന്നതിന് മുമ്പായിട്ട് തന്നെ പട്ട, ഇത് പട്ട, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ഏലക്ക, ഇത്രയാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 5 അല്ലി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ടേ. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ ഏലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിച്ചിടണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ആ നല്ല മണവും രുചിയൊക്കെ അതിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞ് ചേർക്കണേ. ഇതിലെല്ലാം കുഞ്ഞതായിട്ടാണ് ചേർക്കേണ്ടത്. 2 പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള അങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഇവിടെ ശരിക്കും വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 മുറി നാരങ്ങയുടെ നീര് ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ പുറത്തെ കളറൊക്കെ വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കനിൽ നിന്ന് വന്ന വെള്ളം കേട്ടോ ഇത്. നമ്മൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും പിന്നെ ക്യാരറ്റും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, എന്നിട്ട് ഇനി തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് ഒന്ന് ഇളക്കിയിടുന്നത് നന്നായിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കിയിടണം കേട്ടോ. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ സ്റ്റൂവിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ്, ഇതിൽ പൊട്ടറ്റോസ് ഇല്ലേ, അതിങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ ഉടച്ചിടുക. ഇതിവിടെ ഉണ്ട്, ഇങ്ങനെ ഉടച്ചിടുക കേട്ടോ. പൊട്ടറ്റോ ശരിക്കും വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചിടുക. നല്ല കട്ടി കിട്ടുവേ. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റൂ ഇവിടെ നന്നായിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. അതൊരു 1/2 കപ്പ് 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത് അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് പതുക്കെ ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോവും, പിന്നെ ഒന്നിനും കൊള്ളില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്ത് വയ്ക്കാം. ഗരം മസാലയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ മണം അങ്ങ് വന്നുണ്ട് കേട്ടോ. പിന്നെ ആകെയുള്ള എരിവെന്ന് പറഞ്ഞാൽ ആ കുരുമുളക് പൊടിയുടെ എരിവും പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടതിൻ്റെ എരിവുമാണ് ഉള്ളത്. അപ്പോൾ എരിവ് ഇത്തിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമാണ് അതിൽ അരിഞ്ഞിട്ടുള്ളൂ. കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടൊന്ന് വറുത്ത് ഇതിലേക്ക് ചേർക്കാം. കാഷ്യൂനട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് ഇതേ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതേ സെയിം പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. കുഞ്ഞുള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. കുഞ്ഞുള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. അപ്പോൾ ഇത് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വഴറ്റിയത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കണില്ല കേട്ടോ, ഇളക്കണ്ട. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി. മൂടി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ താളിച്ച് ചേർത്തതൊക്കെ മിക്സ് ചെയ്യുകയാണ് കണ്ടോ. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ അതേ നമ്മുടെ പാലൊന്നും കണ്ടോ പിരിഞ്ഞു പോയിട്ടില്ല, നല്ല കൊഴുകൊഴുത്ത് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ചെറു ചൂടോടെ സെർവ് ചെയ്യണേ കേട്ടോ നല്ലത്. അപ്പോൾ ഇതേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തെങ്കിലും ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് പിന്നെ കാണാം.